നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ഞാൻ നിന്റെ അമ്മയും അല്ല. ഓ അമ്മ എനിക്കറിയാം ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. എനിക്കിതെല്ലാം വേറൊരു വഴിയില്ലായിരുന്നു. അമ്മയ്ക്കറിയോ അവളുടെ പേരൻസ് ഒക്കെ അമേരിക്കയില്ല. അവർ വന്ന് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എൻ്റെ മുന്നിൽ. അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അമ്മയ്ക്ക് തന്നെ ഇഷ്ടപ്പെടും. തന്നെ വളരെ പാവമാണ്, എനിക്ക് ഉറപ്പത്. അമ്മ എന്തൊന്നും പറയാത്തേ? ഞാൻ എന്ത് പറയാനാടാ? നിന്നെ ഇത്രയും സ്നേഹിച്ച് വളർത്തിയിട്ട് നീ ഞങ്ങളോട് കാണിച്ചതാ. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നിന്റെ ഇഷ്ടത്തിന് നീ ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് വന്നില്ലേ? നിന്നോട് ഞാൻ എന്ത് പറയാനാ? അല്ല എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? എന്ത്? അല്ല ചേട്ടൻ എങ്ങനെ ചേച്ചിനെ വളച്ചെടുത്തേ? സത്യത്തിൽ ഞാനാ നിഖിലിനെ പ്രപ്പോസ് ചെയ്തത്. ശരിക്കും? എന്ത് കണ്ടിട്ട്? അത് നിഖിൽ ഈസ് വെരി ഹാൻസം, ഹാർഡ് വർക്കിംഗ് ജെന്റിൽമാൻ, അങ്ങനെ കുറെ ഉണ്ട്. അല്ല ചേച്ചി പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ ചേട്ടൻ ഓക്കെ പറഞ്ഞോ? ഇല്ല, കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. അവനെ ഏറ്റവും കൂടുതൽ പേടി നിങ്ങളുടെ അമ്മയായിരുന്നു. സ്വാഭാവികം. അല്ല ഈ കല്യാണവും ഇങ്ങോട്ട് വരാനുള്ള പ്ലാനൊക്കെ ആരുടെ ആയിരുന്നു? അതൊക്കെ നിഖിലിന്റെയാ. US എന്റെ പേരൻസ് എനിക്ക് കുറച്ച് പ്രപ്പോസൽ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. എന്തായാലും പെരുവഴിയാ വേണ്ടിരുന്നാ മതി. അങ്ങനെ പറഞ്ഞ അല്ല എന്തായാലും നിങ്ങളമ്മ വീട്ടിൽ കയറ്റാൻ പോകുന്നില്ല, അപ്പൊ എന്തേലൊക്കെ. അല്ല എങ്ങനെയെങ്കിലൊക്കെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്നാണ് നിഖില് പറഞ്ഞു. അത് ചേട്ടൻ്റെ വ്യാമോഹം മാത്രം. അല്ല അച്ഛൻ പറഞ്ഞ് സമ്മതിക്കില്ലേ? അപ്പൊ കുടുംബത്തെ പറ്റിയൊന്നും അറിയില്ലല്ലേ? ഇവിടെ മമ്മിയാണ് മെയിൻ, അച്ഛൻ വെറും ഡമ്മി മാത്രം. അല്ല അച്ഛൻ ഇവിടെ ഇല്ലേ? ഇല്ല, അച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ ഉലകം ചുറ്റാൻ പോകുന്നൊരു പരിപാടിയുണ്ട്. അതൊരു ഉലകം ചുറ്റാൻ വേണ്ടി പോയേക്ക. കേട്ടിട്ടില്ലേ? മാവേലിക്കര മദരൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഇത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പ്ലാൻ എന്താ? എന്ത് പ്ലാൻ? അല്ല എന്തായാലും നിങ്ങൾ അമ്മ കുടുംബത്തെ കയറ്റാൻ പോകുന്നില്ല, അപ്പൊ ഇത് കഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ പോകണമല്ലോ. അമ്മയോട് പറഞ്ഞ അമ്മ സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. എനിക്ക് അല്ലേലും എനിക്ക് ഇത്രയും വേണം. നിന്നെയൊക്കെ ഒരുപാട് സ്നേഹിച്ച് ഞാൻ വളർത്തേണ്ടതാ. അമ്മയ്ക്കല്ലായിരുന്നു അമ്മ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ചെയ്തപ്പോഴാണോ തെറ്റായി പോയത്? നീ അവളെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. നിന്നെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അവള് നാളെ ഒരുത്തനെ വിളിച്ചോണ്ട് വന്നാ ഞാൻ എന്നാ ചെയ്യും? അമ്മ നിൽക്കുമ്പോഴോട് ഞാൻ പറഞ്ഞോളാം, ഞാൻ അവളെ ഉദ്ദേശിച്ചോളാം. ഇറങ്ങി പോടാ അവിടെ നിന്ന്. ഉപദേശം അമ്മേ പോകാനല്ലേ പറഞ്ഞത്? അമ്മ ഞങ്ങൾ വേറെ ഇനി എങ്ങോട്ട് പോകാനാ? ഞാൻ അവിടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കൊണ്ട് വന്നില്ലേ. ഇനി എനിക്ക് ബാംഗ്ലൂരിലോട്ടും പോകാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ ജോലിയില്ല. എനിക്ക് ഇതേ ഉള്ളൂ ഇനി വഴി. അമ്മ അത് മനസ്സിലാക്കമ്മേ. ഞാൻ പിന്നെ ഇത് ആരോട് പറയാനാ ഇതൊക്കെ? അമ്മേ അല്ല പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. തന്നെയാ വാ നമുക്ക് പോവാം. എങ്ങോട്ട്? എങ്ങോട്ടേലും പോ. അമ്മ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല, തറ തട്ടന്നെ നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ അമ്മ അടിച്ചപ്പുറത്തേക്കും കുടുംബത്തെ കയറ്റാൻ പോകുന്നില്ല. നിഖില് നമ്മൾ എങ്ങോട്ട് പോവാനാ? ഇനി എന്തായാലും ബാംഗ്ലൂരേക്ക് തിരിച്ചു പോക്ക് നടക്കത്തില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പക്ഷെ അവനെ വിളിച്ചാൽ നടക്കൂന്നുള്ളതാണ്. നോക്കട്ടെ, അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവന് സ്വിച്ച് ഓഫ്. മോളെ, നമ്മുടെ അച്ഛൻ്റെ അയ്യത്താഴെയുള്ളൊരു നാടക ഓഫീസില്ലായിരുന്നോ? അത് ഫ്രീ ആണോ ഇപ്പോ? അത് വിറ്റിട്ടല്ലേ ചേട്ടനെ ബാംഗ്ലൂരിൽ പറഞ്ഞു വിട്ടൊന്നും അപ്പാർട്ട്മെന്റ് എടുത്തൊന്നും? ആണല്ലേ? ഒന്നും ഓർമ്മയില്ലേ? മോളെ നിന്റെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എനിക്ക് പറഞ്ഞാൽ? എടുത്തു ചാടി ഓരോന്ന് തീരുമാനിച്ചപ്പം ഒന്നും ആലോചിച്ചില്ലല്ലേ? പിന്നെ നിന്നോട് ഉപദേശമല്ല ചോദിച്ച, ഒരു അഭിപ്രായം പറയാനാ പറഞ്ഞത്. ഒന്ന് സഹായിക്കും എങ്ങനെയും. ഇനിയിപ്പം എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും, സഹതാപമുണ്ട്. പിന്നെ എനിക്കിതിലെന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ, അല്ല പ്രത്യേകിച്ച് ഇതിലെനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഞാൻ അമ്മോടൊന്ന് സംസാരിച്ചു നോക്കാം,
അമ്മേനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കാം. അമ്മ സമ്മതിക്കോ വഴങ്ങി തരുമെന്ന് എനിക്കറിയത്തില്ല. സംസാരിച്ച് നോക്കാൻ നോക്കാം. എന്റെ പൊന്നുമോളെ ഒന്ന് പോയി ഈ ചേട്ടന് വേണ്ടി ഒന്ന് അമ്മയോട് സംസാരിക്കും. മോക്കെന്താ ബിരിയാണിയോ ഇപ്പൊ സമയം ഇത്ര ആയിട്ടുള്ളൂ, മന്തിയോ മേടിക്കാ? എത്ര പ്ലേറ്റ് വേണം? അല്ല എന്നാ വെച്ചാ പ്ലേറ്റ് കണക്കിന് മേടിച്ചു തരാം. ആലോചിക്കാം. ആ സംസാരിക്കേ. എന്താടി? അമ്മ ഒന്നുകൂടി ഒന്ന് ആലോചിക്കമ്മേ. എന്താ ആലോചിക്കാൻ? അമ്മ ഒന്ന് ആലോചിക്കേ. ഇപ്പൊ ചേട്ടന് ജോലിയില്ല, പറയാൻ മാത്രം കയ്യിൽ പൈസ ഒന്നും ഇല്ല, പോകാനൊരു സ്ഥലവും ഇല്ല. കണക്കായി പോയി. ഇതൊക്കെ നീ എന്നോട് എന്തിനാ പറഞ്ഞ? അവനോട് പോയി പറ. ഞാൻ അങ്ങോട്ട് പറയാൻ മൊത്തം ഒന്ന് കേക്ക്. പറ. ആ ചേട്ടനിൽ പൈസ ഇല്ല, പോകാനൊരു സ്ഥലവും ഇല്ല, ഇപ്പൊ അവനെ പറയാൻ ജോലിയും ഇല്ല. ഇപ്പൊ ഒന്ന് പുറത്തോട്ടൊക്കെ പോയി ഇവർക്ക് എന്തെങ്കിലും പറ്റി കഴിയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സമാധാനം കിട്ടുമോ? എനിക്ക് ഒന്നറിയേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ നേരത്തെ അവ ആലോചിക്കണമായിരുന്നു. അമ്മ അത് അമ്മയുടെ മകനും മരുമോളാ. ഈ പോകുന്ന വഴിക്ക് അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി, അമ്മക്ക് പിന്നെ സമാധാനം കിട്ടുമോ? എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ആ അവരെന്തായാലും പോവാൻ നിൽക്കാം. എനിക്ക് ഇപ്പൊ അവരെ പിടിച്ചിരുത്താനുള്ള അവകാശം ഒന്നുമില്ലല്ലോ. ഞാൻ എന്തായാലും പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് വരാം. ശരി, അമ്മ ഇവിടെ ഇരുന്നു. ഞാൻ എന്തായാലും ഒരു കൊടുത്തിട്ടുണ്ട്. ഇത് കൊത്തി നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോണ പോലെ അഭിനയിക്കും. അങ്ങനെയാണെങ്കിൽ കൊത്തി അമ്മ വരും. നടക്കുമായിരിക്കും. എന്നാ ശരി നിക്കി, ഞങ്ങളങ്ങ് ഇറങ്ങിയേക്കുവാണേ. റോഡില് എന്തേലും വന്ന് കിടന്നാന്ന് വന്ന് നോക്കിയേക്കണേ. നിക്കേ, അകത്ത് കയറിപ്പോ. ആ കുട്ടീനോട് കൂടെ പറ അകത്ത് കയറി പോവാൻ. പക്ഷെ ഒരു കാര്യം, ഈ കുട്ടി ഇനി നിക്കിയുടെ റൂമിൽ കിടന്നാ മതി. ഞാൻ കല്യാണം കഴിച്ച ഭാര്യ, എന്റെ ഭാര്യ അത്. ഭാര്യ ആയാലും ഭർത്താവായാലും തൽക്കാലം ഒരുമിച്ചുള്ള താമസം വേണ്ട. ആ നീ എന്തുമായിട്ട് നോക്കിക്കണേ? കയറി പൊടി അകത്ത്. അമ്മ കയറിപ്പോ. എന്റെ മോനെ വളച്ചെടുത്തിട്ട് അവൾ ഇവിടെ അങ്ങനെ സൂഹിക്കാന്ന് വിചാരിക്കണ്ട. അല്ല പിന്നെ